ആ 10-20 കൊല്ലമായില്ലേ പട്ടാളത്തിൽ വന്നിട്ട്. ഇപ്പോഴാണ് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത്. മോനെ സൂക്ഷിക്കണേ. നിങ്ങളിങ്ങനെ ബേജാറാകണ്ടിരിക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ 4 ആളോട് സന്തോഷത്തോടെ പറഞ്ഞൂടെ എന്റെ മോൻ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന്. മോനെ വിളിക്കണേ. ഇനി വിളിക്കലൊന്നും നടക്കലുമ്മ. ഉമ്മ ഇവിടെ ഫോൺ ചെയ്യാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണം. ഉമ്മ ദ്വാരക്കണേ. പടച്ചോനെ എന്റെ മോനെ കാക്കണേ. പടച്ചോനെ എന്റെ നാടിനെ കാക്കണേന്ന് പറ ഉമ്മ. തവക്കൽത്തു അല്ലല്ല. ആ ശരി ഉമ്മ വെക്കട്ടെ. പടച്ചോനെ നമസ്തേ സാർ. രാം 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 രാം. ഹലോ ലക്ഷ്മി, ഞാനാ. ഓ എന്താണാവോ? ഒന്നുമില്ല, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വിളിച്ച. യു വോണ്ട് ഓൺലി മൈ വോയിസ്. കേട്ടില്ലേ? ഇനി എന്താ വേണ്ടത്? യു ടെൽ മീ. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നോ അതോ? എന്റെ കുഴപ്പം മാത്രമാണോ? ആർമിയിൽ ഒരു ക്യാപ്റ്റനെ നീ തന്നെ ഇത് പറയരുത്. That's why I told you, resign and join me. ആർമിയിൽ ജോയിൻ ചെയ്ത് രാജിവെക്കാനാണോ? ഞാനും ഈ യൂണിഫോം ഇട്ടത് not to resign. ലക്ഷ്മി ഇട്ടേക്ക്. നിന്റെ ചെറിയ ഈഗോ ആണത്. Not only my ego, it's typical male chauvinism. Okay, leave me. Bye. ഹളിയോ, വലത് കയ്യിൽ വാച്ച് കിട്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ ചോട്ടൂന് ട്രിഗർ വലിക്കുമ്പോൾ സമയം നോക്കാൻ പറ്റും. കൂലിവേലക്കാരനായ അച്ഛൻ വളരെ ആഗ്രഹിച്ച് ഒരേ ഒരു മകനായ ബിനീഷ് കുപ്ലേരിക്ക് 10ാം ക്ലാസ് പാസ്സായതിന് 5ാം പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തതാണ് ഈ കാണുന്ന കിടിലം വാച്ച്. അതങ്ങേര് വലത് കൈത്തന്നെ കെട്ടിയും കൊടുത്തു. എല്ലാം അറിയാവുന്ന നീയും ഇവരുടെ കൂടെ ചേർന്നതിനെ കളിയാക്കിക്കും. പക്ഷെ എൻ്റെ അച്ഛൻ്റെ സ്നേഹം നിനക്കൊന്നും അറിയില്ലടാ. പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടി വരുമ്പോൾ ചെലവിന് തരാൻ പോലും എൻ്റെ അച്ഛൻ്റെ കാശില്ലായിരുന്നു. സ്വന്തം രക്തം വിറ്റിട്ടാ എൻ്റെ അച്ഛൻ എന്നെ യാത്രയാക്കിയത്. പാവം, ആദ്യത്തെ ശമ്പളം വാങ്ങിക്കാൻ പോലും എൻ്റെ അച്ഛന് യോഗമില്ലായിരുന്നു. പാവം മരിച്ചു പോയതാ. ഞാൻ കളിയാക്കില്ല. സ്വാമിനാഥൻ മാപ്പ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുക. ടൈഗർ ഹില്ലും തോളരിക്കും ഒക്കെ കീഴടക്കാൻ കവറിംഗ് പൊസിഷനിലെ ഞാനൊന്ന് നോക്കട്ടെ. ഒന്നും ഉണ്ടായി. ഇത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള മാപ്പൊന്നും അല്ല. ഇത് സ്വാമിയേട്ടന്റെ വീടിന്റെ പ്ലാനാ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഒരു വീടുണ്ടാക്കുന്നതിന്റെ സുഖം. 5 ചാക്ക് സിമന്റ് കൂടെ ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ട് തീരും. യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പട്ടാളക്കാർക്കുള്ള ചാപ്പാട് എല്ലാവരുടെയും റേഷൻ. ഇന്ന് തൊട്ട് എനിക്ക് റെസ്റ്റാണ്. യുദ്ധം തുടങ്ങിയല്ലോ, നിങ്ങളുടെ ചാപ്പാടിന് ഇതാണ് കപ്പലണ്ടിയും ശർക്കരയും. പിന്നെ സൂക്ഷിച്ചും കണ്ടും കഴിച്ചോണം. ഈ പൊതി 2 ദിവസത്തേക്കുള്ളതാണ്. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കണം. കാരണം ഞങ്ങളൊക്കെ പെട്ടിയിലായി വരുമ്പോഴേ വായ്ക്കരിയിടാൻ നാക്ക് വളച്ചാറാൻ പറ്റുന്നൊന്നും പറയാതടാ. ഈ നേരത്തെങ്കിലും നീയൊക്കെ ലീവിന് പോകുമ്പോ പെട്ടി പാക്ക് ചെയ്യാൻ ഞാനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വായ്ക്ക് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്ന എന്നോട് തന്നെ പറയണം. വായ്ക്കരിയിടാൻ मेरे वीर जवानों, आज मैं तुम लोगों के सामने कुछ मांगने नहीं आया, ना कुछ कहने आया. പക്ഷെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. I as a commanding officer, ये मेरा फर्ज बनता है. ശത്രുക്കൾ നുഴഞ്ഞു കയറി നമ്മളുടെ പിക്കറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. We got to get it back fast. वापस लेना है. അവർ ഇരിക്കുന്ന ഉയരങ്ങളിലേക്ക് കയറിപ്പറ്റാൻ നമ്മളിൽ പലരും ജീവൻ കൊടുക്കേണ്ടി വരും. मैं ऐसा कोई हुक्म नहीं दूंगा जो मैं पालन नहीं कर सकता हूं. നിങ്ങൾക്ക് മുന്നിൽ ഞാനുണ്ടാവും. എനിക്കൊറ്റയ്ക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല. मेरा बटालियन जीतेगा. തോളോലിൻ പിടിച്ചെടുക്കുന്നത് വരെ നിൽക്കരുത്. കൂടെയുള്ളവർ മരിച്ചു വീഴും. അടുത്തിരുന്ന് കരഞ്ഞ് സമയം കളയരുത്. Save each drop of tears to fight. രാജ്യം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസം തകർക്കരുത്. സ്വന്തവും ബന്ധവും മറന്ന് एक ही विचार से आगे बढ़ना है. मेरा देश खतरे में है. बस और कुछ नहीं. बोलो जय साहब. सब तैयार है? तैयार है साहब. तो बोलो तकबीर है नारा.
क्या नाम है तेरा? रजाक। पाकिस्तान में क्या कर रहा है? ये पाकिस्तान नहीं है, हिंदुस्तान है। एक मुसलमान होते हुए हिंदुस्तानी बोलने में शर्म नहीं आती? बोल, मैं पाकिस्तानी हूँ। मैं मुसलमान जरूर हूँ, मगर मैं हिंदुस्तानी हूँ। Binesh, സാബ് what is this? സാബ് No. യുദ്ധത്തിൽ ഒരുപക്ഷെ ഇതെല്ലാം തകർന്നു പോയേക്കാം. But as a soldier, you are not supposed to touch anything. സാബ് ഇതെനിക്കല്ല. കൊണ്ടുപോയി കൊടുക്ക്. സാബ് എന്താ സമയട്ടാ നോക്കിയിരിക്കുന്നു? അല്ലടാ, ഒരു വീടുണ്ടാക്കാനുള്ള കഷ്ടപ്പാട് നമുക്കറിയാം. അത് വിട്ടിട്ട് പോകുന്നത് എന്ത് കഷ്ടമല്ലടാ. വാ സമയട്ടോ. कासिम? हाँ साहब, अब मेरे को पहचान लिया? क्यों नहीं, कैसा भूल सकता हूँ. വിക്രം സർ. ഇയാൾ എൻ്റെ പഴയ ഇൻഫോർമർ. സർ. രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾ. ठीक है सर. ടേക്ക് കെയർ ഓഫ് ദം. सर, ये आलमा तो मानता ही नहीं साहब. रो मत बेटा, रो मत. कर्नल साहब, जब तक मेरा रजाक नहीं आएगा मुझे कहीं मत लेके जाओ. मगर बेटा यहाँ खतरा है? नहीं जाऊंगी, मजबूर मत कीजिए. रो मत बेटा, रो मत. रजाक मेरा बेटा है, वो पाकिस्तान गया है. क्यों बेटा, फौजी बनेगा? हैं? हाँ साहब. खुदाफिज. खुदाफिज. Thank you, sir. Good morning, sir. IC 42978 Whiskey. Major Jerry Premraj reporting as OP officer for your battalion, sir. മഹി, ഇതാണ് ഞാൻ പറഞ്ഞ ജെറി പ്രേംരാജ്. മലയാളിയാണ്, തിരുവനന്തപുരംകാരൻ. ടേക്ക് കെയർ ഓഫ് ഹിം. Okay. കീപ് ദ സ്പിരിറ്റ് മാൻ. സീ യു ബാഡി. So, Jerry, we are going to be together for this battle. It's my honor, sir. ലെഫ്റ്റനന്റ് കാലിയും കൂട്ടരെയും കിട്ടുന്നവരെ Sir. നമുക്ക് ആർട്ടിഷ്യലി റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. Sure, sir. അവർ ജീവനോടെ ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷമേ നമുക്ക് ആർട്ടി ഫയർ ഫുൾ ഫ്ലെഡ്ജ് ആയി യൂസ് ചെയ്യാൻ പറ്റും. But, sir, without RT, ഈ മലമുകളിൽ കയറി പറ്റാൻ ബുദ്ധിമുട്ടാണ്. ഐ നോ. ഈ സമയത്ത് പാക് പോസ്റ്റിൽ ആർട്ടി ഷെല്ലിംഗ് നടത്തിയാൽ കാലിയ ജീവനോടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഡേഞ്ചറസ്. സോ ജസ്റ്റ് ബി ഇൻ കോൺടാക്ട് വിത്ത് us. As you wish, sir. ഞാൻ അഡ്വാൻസ് പൊസിഷൻ എടുത്ത് സാറുമായിട്ട് റെഗുലർ കോൺടാക്റ്റിലുണ്ടാവും. Okay. May I leave now, sir? Sir. जय हिंद. साहब, सिपाही दिलजीत का पिताजी आया है. सत श्री अकाल. सत श्री अकाल साहब जी. आप यहाँ? साहब जी, हम ट्रक चलाता है. 1 लोड डीजल कारगिल के लिए मिल गया, तो हमने सोचा कि चलो इसी बहाने आ अपने गया. बेटे से भी मिल लेते हैं. कैसा है पुत्र? चंगा पापा. हे, तू तो बड़ा चंगा लग रहा है? पुत्र, तेरी माँ ने तेरे वास्ते ये लड्डू भेजे. लड्डू माने? हाँ, ले. साहब जी, आप भी एक. बढ़िया है. माँ की याद आ गई. ना पुत्र, जिस दिन तू ये वर्दी पहनकर लड़ाई के मैदान में उतर गया ना, उस दिन से किसी की याद नहीं, बस धरती माँ की याद. देख पुत्र, अगर तू इस धरती माँ की रक्षा करेगा ना, तो तुम्हारी माँ जैसी हजारों हिंदुस्तानी माँओं और बहनों की रक्षा होगी. और इस दौरान अगर मौत भी तुम्हारे सामने आएगी ना, तो पुत्र डरना मत. लेकिन अगर तू अपने देश की
रक्षा के लिए जान देगा ना पुत्र, तो तू तिरंगे में लिपट कर घर आएगा। सारी दुनिया तेरे लिए रोएगी। तेरा बापू तुझ पर गर्व करेगा पुत्र। मैं आंसू बहाकर तेरी कुर्बानी को बेइज्जत नहीं करूंगा पुत्र। जा, रब तेरा और तेरे साथियों की रक्षा करेगा। चंगा बाबा जी, जा पुत्र जा।